യഥാർത്ഥത്തിൽ ലഹരി അതിന്റെ സപ്ലൈ കൂടുന്നതാണ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത്. നിയമപരമായി തന്നെ അതിന് കൂടുതൽ സപ്ലൈ വരികയാണ്. അപ്പോൾ ബാറിന്റെ എണ്ണം കൂടുന്നു, ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്ന സ്ഥലം കൂടുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു വശത്ത്. മറുവശത്ത് നിൽക്കുന്നത് കുട്ടികൾക്കൊക്കെയാണെന്ന് ഒരിക്കലും MDMA ഒക്കെയാണ് ഇപ്പോൾ മാരകമായ പ്രശ്നം. മാരകം എന്ന് പറഞ്ഞാൽ അതിമാരകമാണ്. കാരണം മൊട്ടായിക്കകത്ത് ഇത് വെച്ച് കൊടുക്കുകയാണ്. അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. ഈ പാവങ്ങൾ കുഞ്ഞുങ്ങൾ അറിയുന്നില്ലല്ലോ. ഈ മധുരം നുണഞ്ഞിറക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവരുടെ രക്തധമനിയിൽ ചെന്നെത്തുന്നത് ഈ ലഹരി പദാർത്ഥമാണ്. ലഹരിക്ക് ജീവിതം മുഴുവൻ അടിമകളായി പോവുകയാണ്. അത് വരാതിരിക്കുന്നതിന് വേണ്ടി ശക്തമായ റെയ്ഡ് അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. റെയ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ആയിട്ട് വേണം. അതിപ്പോൾ എക്സൈസ് വേണം, പോലീസ് വേണം, ബാക്കി സന്നദ്ധ സംഘടനകളും ഇതിനകത്ത് സഹായിക്കണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. നമുക്കുള്ള പ്രധാനപ്പെട്ട നമ്മുടെ അതിർത്തിയൊക്കെ ബ്ലോക്ക് ചെയ്യണം. കാരണം മറ്റു പ്രദേശത്തു നിന്നാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് MDMA പോലെയുള്ളത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് വരുന്ന നിലപാട്. അതാണെന്ന് വരികിൽ അവിടെ നമ്മളുടെ ചെക്ക് പോസ്റ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യണം, അവിടെ ചെക്ക് ചെയ്യണം. കേരളത്തിലോട്ട് കയറാൻ ഇത് സമ്മതിക്കരുത്. കേരളത്തിനകത്ത് വന്നിട്ടുള്ള സപ്ലൈ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പറ്റും. ഇങ്ങനെ 2-3 രൂപത്തിൽ ഇത് പോയെങ്കിൽ മാത്രമേ സാധ്യമാകൂ. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കമ്പക്കല്ലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കേരളത്തിലുള്ളതാ, മൂന്നാറിലുള്ളതാ, കഞ്ചാവ് കൃഷിയുടെ കേന്ദ്രമാണ്. നമ്മളിവിടെ ലഹരിക്കെതിരെ ഒരു നീക്കം നടക്കുമ്പോൾ കഞ്ചാവ് കൃഷി നടത്തുന്ന ഒരു സ്ഥലം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ അത്ഭുതകരമാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? 4 മനകളുടെ താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ സുഖമായിട്ട് ആരുകളുടെ ഒന്നും ശ്രദ്ധയില്ലാതെ ഇതൊക്കെ വളർത്താൻ പറ്റും എന്നുള്ള കണ്ടെത്തലിലെത്തിയിട്ടാണ് ഈ നടപടികളൊക്കെ നടക്കുന്നത്.